നമ്മൾ ഇന്നൊരു സീക്രട്ട് പ്ലേസ് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ എൻ്റെ ഫസ്റ്റിലത്തെ സീക്രട്ട് പ്ലേസ് ഞാൻ കാണിച്ചിട്ട് 4th വരെ ഉണ്ട്. പക്ഷെ നമുക്ക് ഫസ്റ്റിലത്തെ സീക്രട്ട് പ്ലേസ് ഇതാണ്. ഏകദേശം എനിക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. എൻട്രൻസ് അതുവഴി എന്നെ ഇപ്പോൾ കാണിച്ചിട്ടാണ്. ഇത് സെക്കൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ കീഴിലാണ്. ആ എൻട്രൻസ് എന്തായാലും നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. സെക്കൻഡ് ഞാൻ ഇതാണ് കേട്ടോ കണ്ടുപിടിച്ചത്. സെക്കൻഡ് വഴിയായി തേർഡ് ഞാൻ ഇതാണ് കണ്ടുപിടിച്ചത്. പക്ഷേ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പടം നോക്കി പക്ഷേ അതും പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ ഇരിക്കുന്ന ആൾക്ക് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ 3ാമത്തെ ആയിട്ടും കാണിച്ചത്. 4ാമത്തെ ചിലപ്പോൾ കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് 4ാമത്തെ മുകളിലാണ്. ഇവിടെ ഒരു ബേസ്മെൻറ്റ് ഉണ്ട്. ഇതാണ് ബേസ്മെൻറ്റ്. ഇവിടെ ഒരു സ്റ്റെയർസ് ഉണ്ട്. അതിൻ്റെ കീഴിലോട്ട് പോകണം. ആ ബേസ്മെൻറ്റിൽ ഞാനെന്തോ പേടിപ്പെടുത്തുന്ന എന്തോ കണ്ട് അത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പോഴാണ് 3ാമത്തേത്, 4ാമത്തെ ആയത്. പിന്നെ 5ാമത്തേക്കാണെങ്കിൽ ഏതെങ്കിലും കൊള്ളാവുന്നതായിരിക്കും ഞാൻ തോന്നുന്നു. 5ാമത്തേതായി ഇതാണ്. 5ാമത്തെ കൊള്ളാമെന്ന് എനിക്കറിയത്തില്ല. ഇനി 6ാമത്തെ ഉണ്ട്. 8 വരെ ഉണ്ട്. 8 വരെ നമുക്ക് പിന്നെ സീക്രട്ട് പ്ലേസ് ഞാൻ കാണിച്ചു തരാം. വീഡിയോയിലാണത്. അടുത്ത സീക്രട്ട് പ്ലേസ് ഞങ്ങളുടെ 7ാമത്തെ ഞാൻ കാണിച്ചത് ഇതാണ് എൻ്റെ അടുത്ത സീക്രട്ട് പ്ലേസ്. അവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അടുത്ത സീക്രട്ട് പ്ലേസ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്കത് കാണാൻ പറ്റും. പിന്നെ അടുത്ത സീക്രട്ട് പ്ലേസ് കേട്ടോ വയ്യ തോന്നാനുള്ള സീക്രട്ട് പ്ലേസ് ഉണ്ട്. ഇത് അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്ത് വേണമെങ്കിലും തന്നെ. പക്ഷെ ഇത് നൂഡിൽസ് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ 6ാമത്തെ. ഇത്രയാണ്. പിന്നെ തീർത്ത് തിരഞ്ഞെടുക്കണമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ വേറെ എടുക്കാൻ വിചാരിച്ചു. ബേസ്മെൻറ്റിൽ പോകാം. ബേസ്മെൻറ്റ് അത്ര കൊള്ളത്തിലാണെന്ന് തോന്നുന്നു. നമുക്ക് സീക്രട്ട് പ്ലേസ് ആണ്. സീക്രട്ട് പ്ലേസ് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എനിക്ക് കുറച്ച് ബ്രേക്ക്